കനത്ത മഴയിൽ കടലാക്രമണം രൂക്ഷമായതോടെ കൊച്ചി കണ്ണമാലി മേഖലയിലെ തീരദേശ ജനത ദുരിതത്തിലാണ്. കണ്ണമാലി പ്രദേശത്തെ നിരവധി വീടുകൾ തകർന്നു. LDF സർക്കാർ നിർമ്മിച്ച ചെല്ലാനം ട്രെട്രാപോഡ് കടൽഭിത്തിയുടെ രണ്ടാം ഘട്ടം മാത്രമാണ് ഇനിയുള്ള പരിഹാരം. എന്നാൽ പദ്ധതിയാകട്ടെ UDF സർക്കാർ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ജിയോ ബാഗുകളെയും മറികടന്നാണ് ഓരോ വീട്ടിനകത്തേക്കും കടൽ ആഞ്ഞടിക്കുന്നത്. മഴ തുടങ്ങിയാൽ പിന്നെ കണ്ണമാലിയിലെ മനുഷ്യർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കുറെ വീടുകൾ കടലെടുത്തു, ചിലത് മണ്ണ് മൂടി. വെള്ളം കോരിക്കോരി മതിയായി. ഇതേ പെരടാകത്തൊക്കെ കിടക്ക് വേണ്ട, ഒന്നും ചെയ്യാൻ പറ്റണില്ല. എങ്ങനെ കിടന്നുറങ്ങും? അത് കാരണം ഒരു സമാധാനമില്ലാണ്ട് ജീവിക്കണേണ്. ഒട്ടും പറ്റണില്ല കിടക്കാനായിട്ട്. ഇതേ ദുരിതം അനുഭവിച്ച ചെല്ലാനം ജനത LDF സർക്കാർ നിർമ്മിച്ച ട്രെട്രാപോഡ് കടൽഭിത്തിയുടെ ഉറപ്പിൽ ഇന്ന് സുരക്ഷിതരാണ്. രണ്ടാം ഘട്ട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചെങ്കിലും പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് UDF സർക്കാർ. ട്രെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ ഇവരുടെ ഈ ദുരിതത്തിന് അറുതി വരികയുള്ളൂ. എല്ലാം ഇടിച്ച് പൊളിച്ചു വരുന്ന നാശമാകും വെറുതെ. അപ്പോൾ ഇത് ഇതിനകത്ത് നിറച്ചും മണ്ണ്. ഇവിടെ കയറാൻ പറ്റില്ല അകത്താട്ട്. ജിയോ ബാഗ് കൊണ്ടൊരു കാര്യം ഇത് കാണാൻ പറ്റില്ല, കിടക്കണില്ല. ഈ ബാഗ് നല്ല ഭാഗം. മറ്റേ ട്രെട്രാപോഡ് വന്നാൽ രക്ഷപ്പെട്ടാൽ അല്ലാണ്ട് ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സുരക്ഷിതമാണല്ലോ പറഞ്ഞില്ല. അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ സുരക്ഷിതമാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കണ്ടക്കട പോലും ഇങ്ങാളി പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കുഴപ്പം ഉൾക്കൊണ്ടായേക്കണത്. സകലതും ഒലിച്ചു പോകുമ്പോഴും ഒരു വേലിയിറക്കത്തിനായി കാത്തിരിക്കുന്ന ഈ മനുഷ്യരുടെ പ്രതീക്ഷയാണ് സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നത്. മഴയും കടലാക്രമണവും രൂക്ഷമായതോടെ പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണമാലിയിലെ ജനങ്ങൾ. ട്രെട്രാപോഡ് വന്ന ചെല്ലാനത്തെ ജനത അനുഭവിക്കുന്ന സുരക്ഷിതത്വം തങ്ങൾക്ക് എന്ന് ലഭിക്കുമെന്നാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത്. ക്യാമറമാൻ അഖിൽഷായോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.